പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾ ഡൽഹി നഴ്സസ് മിനിസ്ട്രിയുടെ ഭാഗമാണ്. ഈശോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നേഴ്സസ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജൈനമ്മ ജോസഫ്. ഹസ്ബൻഡിൻ്റെ 2 മക്കളും ഇപ്പോൾ നാട്ടിലാണ്. ഞാൻ 33 വർഷമായി ഡൽഹിയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ വീട് പാലായിലാണ്. ഞാൻ ബിൻസി ജോസഫ്. ഹസ്ബൻഡും 2 മക്കളുമായിട്ട് ഡൽഹിയിലാണ് താമസം. 22 വർഷമായിട്ട് ഡൽഹി എയിംസിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഞാൻ ജിസി ടെറി. 22 വർഷമായി ഡൽഹി എയിംസിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡും 2 മക്കളും എൻ്റെ കൂടെ ഉണ്ട്. നാട്ടിൽ തലശ്ശേരി രൂപതയിൽ നിന്ന്. ഇന്നത്തെ വിശുദ്ധ കുർബാന നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ? അതെ ചേച്ചി. ഇന്നത്തെ ആ വചന സന്ദേശമൊക്കെ എത്രയും അഭിഷേകം നിറഞ്ഞതായിട്ടായിരുന്നു. നമ്മൾ ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അടുത്ത ഇടയായിട്ടാണ് എനിക്ക് വിശുദ്ധ കുർബാന നല്ലൊരു അനുഭവമായിട്ട് മാറി തുടങ്ങിയത്. വിശുദ്ധ കുർബാന സംബന്ധിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഒരുങ്ങണം എന്നതിനെ കുറിച്ച് നമുക്ക് നേഴ്സസ് മിനിസ്ട്രിയുടെ ഒരു സിസ്റ്റർ ക്ലാസ് എടുത്തിരുന്നു. അത് ചേച്ചി ഉണ്ടായിരുന്നോ? ഞാനുണ്ടായിരുന്നു. എനിക്കൊന്ന് വരാൻ പറ്റിയില്ല, ഡ്യൂട്ടി ആയിരുന്നു. അന്ന് സിസ്റ്റർ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഒരുങ്ങണം. തലേ ദിവസം തന്നെ നമ്മൾ ബലിവസ്തുക്കളൊക്കെ തയ്യാറാക്കി വെക്കണം. ഒരു ബൊക്കെ റെഡിയാക്കുന്നതായിട്ട് കൂട്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ഭാരങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നിയോഗങ്ങളും മറ്റുള്ളവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ ആ ബൊക്കയിൽ നമ്മൾ ഒരുക്കി വയ്ക്കുന്നു. ആ ബൊക്കയുമായിട്ടാണ് നമ്മൾ പിറ്റേ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടത്. കൂടെ നമ്മൾ 12 അപ്പസ്തോലന്മാരെ നമ്മൾ കൂട്ടിന് വിളിക്കണം. അവരുടെ സഹായം നമ്മൾ അപേക്ഷിക്കണം. വിശുദ്ധരെ അവരുടെ പേര് ചൊല്ലി വിളിച്ചിട്ട് അവരുടെ മധ്യസ്ഥം അപേക്ഷിക്കണം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കണം. ഇവരെല്ലാവരും കൂടി നമ്മുടെ കൂടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം, ആ ഒരു അനുഭവം പ്രത്യേകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങിയത് കുറച്ച് നാളായി. ആ ക്ലാസ്സിന് ശേഷമാണ് ചേച്ചി. കാൽവരിയിലെ പീഡാസനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണല്ലോ വിശുദ്ധ കുർബാന. കുഞ്ഞാടിൻ്റെ വിവാഹവിരുത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വൈദികന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ ദൈവജനത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സജീവതയോടുകൂടി തീഷ്ണതയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് എല്ലാ വിശുദ്ധിയോടുകൂടി ആ ദിവ്യരഹസ്യങ്ങളെ സമീപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നല്ലോ. എനിക്ക് മിസ്സായിപ്പോയി. എന്നാലും എനിക്ക് കുറേ ബോധ്യങ്ങൾ കിട്ടി ഇതിനകത്തുനിന്ന്. ആ 12 ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയൊക്കെ ആയിട്ട് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നല്ലൊരു അനുഭവമായിരിക്കും അല്ലേ? പിന്നെ മുന്നോട്ടേക്ക് എനിക്കും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നേ, നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ഇടവകയിലൊരു ഭയങ്കര അനുഗ്രഹമായിരുന്നു നമുക്ക്. കാരണം എല്ലാവരും ഓൺലൈൻ കുർബാന കാണുമ്പോഴും നമുക്ക് എല്ലാ ദിവസവും അവിടെ വിശുദ്ധ കുർബാന ആരാധന ഉണ്ടായിരുന്നു. ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടുന്ന ശക്തിയും ധൈര്യവുമായിട്ടായിരുന്നു നമ്മൾ ഡ്യൂട്ടിയിലേക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ഒരു പേടിയും ടെൻഷനൊക്കെ ഉള്ള സമയത്തും നമുക്ക് നല്ല ധൈര്യമായിരുന്നു. പ്രത്യേകിച്ച് നമ്മളാരും ആ സമയത്ത് രോഗങ്ങൾക്കൊന്നും അടിമപ്പെട്ടില്ല. നമ്മൾ നല്ല തീഷ്ണതയോടുകൂടി ഡ്യൂട്ടി ചെയ്യാനും കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ആ ദിവസങ്ങൾ നമ്മളെ സഹായിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാനും കാഷ്വാലിറ്റി വർക്ക് ചെയ്യുന്ന സമയമായിരുന്നല്ലോ അത്. കാഷ്വാലിറ്റിയിൽ
ആ സമയത്ത് ഫസ്റ്റ് വേവിൻ്റെ ആ സമയമായിരുന്നു. പേഷ്യൻസിനെ കുറിച്ചും രോഗത്തിൻ്റെ വിവരങ്ങളെക്കുറിച്ചും രോഗം എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിനെക്കുറിച്ചും മരണനിരക്ക് കൂടുന്നു അങ്ങനെയുള്ള ഒരുപാട് ഭീതികൾ നിറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് ശരിക്കും മനസ്സ് ശാന്തമാക്കി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ശക്തി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാനപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഡ്യൂട്ടിയിലേക്ക് ചെല്ലുമ്പോൾ എനിക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. ഇപ്പം ശാന്തതയോടുകൂടി പേഷ്യൻസിനെ സമീപിക്കാനും ഭയം കൂടാതെ അവരെ സമീപിക്കാനും പേഷ്യൻസിനോട് വേണ്ട വിധം അവരുടെ അറ്റൻഡേഴ്സിനെ വേണ്ട വിധം കെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കൃപ ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സമയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിലാണെങ്കിലും തന്നെ ഉണ്ടായിരുന്ന സമയത്ത് ആത്മധൈര്യം തന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒത്തിരി വഴി നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഓർക്കാറുണ്ടായിരുന്നു, ചേച്ചി തനിച്ചായിരുന്നല്ലോ ആ ദിവസങ്ങളിൽ, ചേട്ടനും മക്കളും ഒക്കെ നാട്ടിലായിരുന്നല്ലോ. അതെ അതെ അതെ. പക്ഷെ ദൈവം എന്നെ ഒത്തിരി കൈ പിടിച്ച് നടന്നു. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ജീവിക്കാനായിട്ട് ദൈവം ഒത്തിരി എന്നെ പ്രേരിപ്പിച്ചു എന്ന് വേണം പറയാം. അതുപോലെ നമ്മൾ ദിവസവും 5 മണിക്ക് ചെയ്യുന്ന ആ സൂം കൂട്ടായ്മയിൽ ദൈവം ഒത്തിരി ആത്മധൈര്യം തന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാവുള്ള വിഷമങ്ങളെല്ലാം മാറി കിട്ടുമായിരുന്നു എനിക്ക്. അതുപോലെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ട്, ആ കോവിഡ് എനിക്ക് പിടിച്ചപ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചായിരുന്നല്ലോ. അപ്പം ഒരു ആത്മധൈര്യം തന്നുകൊണ്ട് ആത്മാവ് എന്നെ കൈ പിടിച്ച് നടത്തുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ നമുക്ക് വേറെ പ്രെയർ മീറ്റിങ്ങുകളൊന്നും ഇല്ലായിരുന്നു, കൂട്ടായ്മകളൊന്നും ഇല്ലായിരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും 9 മണിക്കുള്ള സൂം മീറ്റിംഗ് നഴ്സസ് മിനിസ്ട്രിയുടെ, അത് നല്ലൊരു അനുഭവമായിരുന്നു. ആ ബ്രദേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളും അതിലെ വചന ശുശ്രൂഷയൊക്കെ എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ സമയത്തേക്ക് ഒരുങ്ങുവാനായിട്ട്, ആ പ്രെയർ മീറ്റിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. നമ്മളിപ്പോൾ മൊബൈലൊക്കെ ചാർജ് തീരുമ്പോൾ ഒന്ന് റീചാർജ് ചെയ്യുന്ന പോലെ നമ്മൾ വീക്കാവുന്ന സമയങ്ങളിൽ ആ പ്രെയറിലൂടെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രകടമായിരുന്നു. നിങ്ങൾ നമ്മുടെ ഇടവകയിലെ എല്ലാ മക്കളെയും വിശ്വാസ പരിശീലനത്തിലേക്ക് ഒത്തിരി സഹായിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഒത്തിരി അതറിയാൻ കഴിഞ്ഞത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ ഡ്യൂട്ടി സമയം എല്ലാം അഡ്ജസ്റ്റ് ചെയ്തും നിങ്ങളുടെ കുടുംബത്തെ എല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് എങ്ങനെ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്? ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. ദൈവകൃപയാൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:30 പറയുന്നുണ്ടല്ലോ, എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ദൈവത്തോടു കൂടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതെല്ലാം ഈസി ആയിട്ട് അങ്ങ് നടന്നു പോകുന്നതായിട്ട് തോന്നുകയാണ്. ഷിഫ്റ്റുകൾ അറേഞ്ച് ചെയ്ത് വിശ്വാസ പരിശീലനത്തിന് വേണ്ടി വരുമ്പോഴും ഒക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലെന്നല്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു കരുണയാണ് മുന്നോട്ട് നയിക്കുന്നത്. കൂടാതെ നമ്മുടെ കൂട്ടായ്മയിലെ ബ്രദേഴ്സ് പറയുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ആത്മാവിനെ നേടാൻ നമ്മൾ ശ്രമിക്കുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഓരോ ക്രിസ്ത്യാനിയും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. ആ ഒരു അവയർനെസ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ തൊട്ടാണ് ഞാൻ ഓർത്തു ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വിശ്വാസ പരിശീലനം. കുഞ്ഞുങ്ങളുടെ മനസ്സിനെ, അവരുടെ ആ ചെറുപ്പം മുതൽ അവരുടെ ജീവിതചര്യയെ, അവരുടെ വിശ്വാസത്തെ ഒക്കെ മോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് അവരെ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയ ഒരു വഴിയാണല്ലോ ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. ജിസിക ചേച്ചി, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ റിന്യൂവലിലേക്ക് വന്ന സമയം തൊട്ട് എൻ്റെ ഉള്ളിലൊരു 3 ബോധ്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ സമ്പത്ത്, സമയം, ആരോഗ്യം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം എന്നുള്ളത്. നമ്മൾ സമ്പത്ത് ദശാംശമൊക്കെ ആയിട്ട് കൊടുക്കുന്ന, ആരോഗ്യമായിട്ട് നമ്മൾ ഡ്യൂട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറ്റുന്ന പരോപകാരങ്ങളും രോഗി സന്ദർശനമൊക്കെ നടത്താറുണ്ട്. അപ്പോൾ എൻ്റെ ഈശോയ്ക്ക് എൻ്റെ സമയവും കൂടി കൊടുക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ജീവിതത്തിലും കാര്യങ്ങളിലൊക്കെ ഉള്ള സമയത്ത് ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ കുടുംബജീവിതം ആയപ്പോഴത്തേക്കും കുറേ നമ്മളിലേക്ക് ഒതുങ്ങി. അപ്പോൾ ആ ഒരു 6 വർഷം മുമ്പാണ് അച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, കാറ്റക്കിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വരണം, പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനതൊരു ദൈവവിളിയായിട്ട്, ഈശോയുടെ ഹിതമായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ കുഞ്ഞു മക്കളെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പഠിപ്പിക്കാതെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളും അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, മാതാപിതാക്കളെ സഹായിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ കുറേ നിയമങ്ങൾ, അങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആക്ഷൻ സോങ് ഒക്കെ പഠിപ്പിച്ച് അവരുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഇതൊരു ദൈവവിളിയായിട്ട് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ചേച്ചി. എൻ്റെ ഈ വിശ്വാസ തീഷ്ണത ചെറുപ്പം മുതലുള്ളതാണോ നിനക്ക്? ചെറുപ്പം തൊട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ചെറുപ്പം തൊട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവളെ ദൈവം തന്ന ഒരു കുഞ്ഞാണ്, ദൈവം ആരോഗ്യത്തിലൂടെ വീണ്ടെടുത്ത ഒരു കുഞ്ഞാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് തൊട്ട് ഇങ്ങനെയുണ്ട്. അപ്പം എൻ്റെ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കാരണം ഈശോ രക്ഷിച്ചെടുത്ത ഒരു ജീവിതമാണ്. അങ്ങനെ നമ്മൾ 1 പത്രോസ് 2:9 പറഞ്ഞില്ലേ, നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനവും ദൈവത്തിൻ്റെ
സ്വന്തം ജനവുമാണെന്ന്. അപ്പോൾ ആ സ്വന്തം ജനത എന്നുള്ള ഒരു ആ ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതിൽ അപ്പോൾ ആ കാറ്റഗിസം ക്ലാസ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു, ദൈവവിളിയായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു. തിന്മയുടെ ഈ ലോകത്ത് നമ്മുടെ മക്കളെയൊക്കെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ചേച്ചി. നമ്മൾ ഈ നേഴ്സസ് മിനിസ്ട്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ജിസി, ഞാൻ അങ്ങനെ കുർബാനയിൽ റെഗുലറായിട്ട് പങ്കെടുക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ റെഗുലറായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാന ശരിക്കും അതിൻ്റേതായ അർത്ഥത്തിൽ പങ്കെടുക്കാൻ പറ്റിയതും ഒപ്പം തന്നെ എൻ്റെ മക്കളും എൻ്റെ കൂടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും, എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും നിർബന്ധം കൂടാതെ തന്നെ അവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഞാൻ ഓർക്കാറുണ്ട്. വിൻസിയുടെ മോനാണെങ്കിൽ ഓൾട്ടർ ബോയ് ആയിട്ടും മോള് കൊയർ ഗ്രൂപ്പിലും ഒക്കെ പോകുമ്പോൾ നല്ല നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വിശുദ്ധ കുർബാനയിൽ കാണാറുണ്ട്. അത് ശരി തന്നെയാണ് ജിസി പറഞ്ഞത്. അവർ നിർബന്ധം കൂടാതെ എൻ്റെ കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ബൈബിൾ വായിക്കാനും വിശുദ്ധ കുമ്പസാരം റെഗുലറായിട്ട് നടത്താനും ഒക്കെ തീഷ്ണത കാണിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കുടുംബജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ മിനിസ്ട്രിയോട് അടുപ്പിച്ച കാര്യം. കൂടാതെ നമ്മൾ ബൈബിൾ പാരായണത്തിന് വേണ്ടി സമയം ചെലവഴിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ ഒരു തീഷ്ണത സ്വന്തമായിട്ട് തന്നെ നമ്മിൽ ഉണ്ടായി. അതാണ് എന്നിൽ വന്ന മാറ്റം ശരിക്കും പറഞ്ഞാൽ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ ജീവിതത്തിലും ദൈവം ഒത്തിരി കനിഞ്ഞ അഭിഷേകങ്ങൾ തന്നിട്ടുണ്ട്. ആരാധനയിലൊക്കെ നമുക്ക് എന്നും എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയുണ്ടല്ലോ. ആരാധനയിൽ ദൈവത്തെ ഈശോയെ നോക്കിക്കൊണ്ട് കുറേ നേരം ഇരിക്കാനും അതുപോലെ വചനം പങ്കിടാനായിട്ടൊക്കെ എനിക്ക് ഒത്തിരി അഭിഷേകം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഹസ്ബൻഡ് നാട്ടിലാണെങ്കിൽ പോലും ഓരോ കാര്യത്തിന് വേണ്ടിയും എന്നോട് പ്രാർത്ഥന സഹായം അവർ ചോദിക്കാറുണ്ട്. അവരുടെ കാര്യങ്ങളിലെല്ലാം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈശോ തമ്പുരാനെ നടത്തി തരുന്നുണ്ട്. അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും അതോടൊപ്പം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണല്ലോ ബൈബിൾ വചനം. അതാണ് ചേച്ചി നിവൃത്തിയാകുന്നത്. ശരിയാ ബെൻസി. അവരെയാണെങ്കിൽ വീട്ടിൽ അവരെ കോട്ട കെട്ടി ജോബിനെ സംരക്ഷിച്ചതുപോലെ അവരെ അവിടെയാണെങ്കിൽ എങ്ങനെ ഈശോ കോട്ട കെട്ടി അവരെ സംരക്ഷിക്കുന്നുണ്ട്. ചേച്ചിയുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഈ മിനിസ്ട്രിയിലേക്ക് വന്നതിൽ. പിന്നെ ചേർന്ന് നല്ല തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാനൊക്കെ ചേച്ചിക്ക് സാധിക്കുന്നുണ്ടല്ലേ ഒത്തിരി? പരിശുദ്ധാത്മാൻ്റെ കൃപയാൽ മുന്നോട്ട് പോകാനായിട്ട് പ്രാർത്ഥനാ ജീവിതം നന്നായിട്ട് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൃപയുടെ കൊയ്ത്ത് കാലത്ത് ആരാധനയൊക്കെ നടക്കുന്ന സമയത്തും കരണക്കൊന്തയുടെയൊക്കെ സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ദൈവം തമ്പുരാൻ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണേലും അതെല്ലാം ഓർമ്മ വെച്ചുകൊണ്ട് ഈശോ എന്നെ സഹായിക്കുന്നുണ്ട്. മോൻ്റെ ജോലിയുടെ കാര്യമാണേലും ഈ ആരാധനയിലൂടെ എനിക്ക് ലഭിച്ച കൃപയിൽ ഒന്നാണ്. നമ്മുടെ 8 നോയമ്പിന് ഒരുക്കായിട്ട് നമ്മൾ നടത്തിയ ജപമാലയും അതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്ന ആരാധനയൊക്കെ അല്ലേ? അതെ 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 അതെ. എല്ലാ വെള്ളിയാഴ്ചയും നമുക്കുള്ള ആരാധനയിൽ സജീവമായിട്ട് ഈശോയുടെ മുമ്പിൽ ഇരിക്കാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ വചനം എൻ്റെ നാവിൻ തുമ്പിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈശോ എന്നെ സഹായിക്കുന്നു. അതെനിക്ക് പലപ്പോഴും മനസ്സിലാകുന്നുണ്ട് ചേച്ചി. ആരാധനകളിൽ ചേച്ചി നല്ല ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു, ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, ഇഷ്ടംപോലെ വചനങ്ങൾ ചേച്ചി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു. അത് നല്ലൊരു കൃപയാണ് ചേച്ചി. പണ്ടൊക്കെ ചേച്ചി എല്ലാത്തിനും പിന്നോട്ട് മാറി നിന്നിരുന്ന ചേച്ചി ഇപ്പോൾ എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടതും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായി നെടുവീർപ്പുകളെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചേച്ചി പറഞ്ഞ പോലെ ഈ ടൈമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിലും കുറേ മാറ്റങ്ങൾ, കുറേ തിരുത്തലുകൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നും വൈകുന്നേരം കൊന്ത ചൊല്ലി 5-ാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും കൂടി കൈ കോർത്ത് പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ മക്കൾ സ്തുതി ചൊല്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ തലയിൽ, ഞാൻ ഹസ്ബൻഡിനും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഏഷ്യ 59:21 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ആ വചനം പറഞ്ഞുകൊണ്ട് ശക്തിപ്പെടുത്തുമ്പം നമുക്കും ഒരു ബലമാണ്, മക്കളെ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെ മക്കൾക്കും ആ ബലമാണ്. അപ്പോൾ ആ വചനത്തിലൂടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഒത്തിരി അനുഗ്രഹങ്ങൾ വരുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അവർ തന്നെ പറയാറുണ്ട്, അവർക്ക് എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ അവരെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ പറയും, അമ്മേ പപ്പേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അങ്ങനെ. അതുപോലെ മോളെ പറയും എക്സാം വരുമ്പോഴത്തേനും
അമ്മ കൈവിരിച്ച് പ്രാർത്ഥിക്കണം. ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ മോശ കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒക്കെ അവർക്ക് വിജയമായിരുന്നു. മോശ എപ്പോഴൊക്കെ കൈ താത്തിയപ്പോൾ അവർക്ക് പരാജയമായിരുന്നു. അതുപോലെ അമ്മ കൈ താത്തരുതേ, അങ്ങനെ ഒരു വിശ്വാസം, ഒരു പ്രാർത്ഥനാ ജീവിതത്തിലോട്ട് കടന്നു വരാനുള്ള ഒരു ആഗ്രഹമൊക്കെ മക്കൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ്. പുതിയൊരു ബോധ്യമാണ് കേട്ടോ. അങ്ങനെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരിത്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എനിക്ക് ഒത്തിരി തിരുത്തലുകൾ വരാൻ പറ്റി. ഈശോയെ എപ്പോഴും കൂട്ടുപിടിക്കുന്ന ഒരു സഹോദരിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടായ്മയിൽ. അത് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ ശ്രമിച്ചു. ഈശോ എല്ലാ കാര്യങ്ങളിലും കൂട്ടുപിടിക്കുക. അപ്പം നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഈശോ നമുക്കെന്നാൽ ഇത് ചെയ്യാം, അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, അതുപോലെ മെട്രോയിൽ പോകുമ്പോൾ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു പേടിയില്ല, എപ്പോഴും എൻ്റെ കൂടെ ഈശോ ഉണ്ടെന്നുള്ളൊരു ധൈര്യമാണ് എനിക്ക്. അപ്പോൾ എല്ലാത്തിലും അതുപോലെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. നമ്മുടെ ഓഫിനൊക്കെ നമ്മൾ തന്നെയല്ല വീട്ടിലിരിക്കുന്നത്. ആ സമയങ്ങളിൽ ഞാനിങ്ങനെ വചനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ എല്ലാ റൂമിലും കയറി കൊന്ത ചെല്ലുക, കരുണക്കൊന്ത ചെല്ലുക. അപ്പം നമ്മുടെ ഭിത്തിയിൽ പോലും, അതായത് നമ്മുടെ വീട് മുഴുവൻ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറയണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പം ഞാനതങ്ങനെ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ കഴിയുന്നത് എന്നും പങ്കെടുക്കാനായിട്ട്. അതുപോലെ ഞാൻ പെട്ടെന്ന് അരിശപ്പെടുമായിരുന്നു. ഇപ്പം കുറേ വചനമൊക്കെ പറഞ്ഞ അരിശമൊക്കെ കുറേ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു നേസസ് ഡിസൈപ്പിൾ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തന്നെ ഫോൾ ഇൻ ലവ്, ഗ്രോ ഇൻ ലവ്, വോക്ക് വിത്ത് ജീസസ് എന്ന് പറഞ്ഞ് അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ആ പ്രോഗ്രാമിലൂടെ എനിക്ക് ഈശോയായിട്ട് നമ്മൾ കൂടുതൽ എടുക്കാൻ, അതുപോലെ 12 ശിഷ്യന്മാരുടെ ആ പ്രാധാന്യമൊക്കെ എനിക്ക് ആ പ്രോഗ്രാമിലൂടെയാണ് മനസ്സിലായത്. നമ്മൾ ശിഷ്യന്മാരെ കൂട്ടുപിടിക്കാൻ, നേരത്തെ വിശുദ്ധരെയൊക്കെ കൂട്ടുപിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിലും ആ 12 ശിഷ്യന്മാരെ കൂട്ടുപിടിച്ച് അവരോടുകൂടി പ്രാർത്ഥിക്കുവാനും അവരുടെ ജീവിത കാര്യങ്ങൾ, ജീവിതചര്യകൾ കുറേ ഫോളോ ചെയ്യാനൊക്കെ എനിക്ക് ആ പ്രോഗ്രാം സഹായിച്ചു. അതുപോലെ കൃപയുടെ കൊയ്ത്തുകാലം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള കരുണക്കൊന്തയും അതൊക്കെ നമ്മളെ നവീകരിക്കുവാനായിട്ട്, നമ്മളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഒത്തിരി സഹായിച്ചു. നമ്മുടെ പേഴ്സണൽ ലൈഫിലെ മാറ്റങ്ങൾ നമ്മളിപ്പോൾ ഷെയർ ചെയ്തു. അതുപോലെ നമുക്ക് ഈ മിനിസ്ട്രിയിലേക്ക്, കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് നമ്മുടെ ജോലി മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശുശ്രൂഷ മേഖലയിലെ കാര്യം പറയുകയാണെങ്കിൽ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങൾ 2-3 സിസ്റ്റേഴ്സ് ഒരുമിച്ച് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട്. രോഗിയുടെ കൂടെ ആയിരിക്കുന്ന അവരുടെ മാനസിക നില അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിലായിരിക്കും, അവർ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയാണല്ലോ. അവർക്കൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാനും പ്രാർത്ഥനയുടെ അരൂപിയിൽ അവരെ സാന്ത്വനപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു സംഭവം ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് വെന്റിലേറ്ററിലായിരുന്നു. ആ സമയത്ത് അവൾ ഒരുപാട് അങ്ങ് തളർന്നു പോയായിരുന്നു. അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥനയും എല്ലാം അവൾക്ക് വേണ്ടി ഞങ്ങൾ ഓഫർ ചെയ്തു. പിന്നെ അവളെ ഒരു തവണ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. അവൾ വരുന്നില്ലായിരുന്നു, പക്ഷേ അവളെ നിർബന്ധിച്ച് വിളിച്ച് ബഹുമാനപ്പെട്ട വട്ടയിലച്ഛൻ്റെ ധ്യാനം നടക്കുന്ന സമയമായിരുന്നു. അവിടെ കൊണ്ടുപോയി അവളെ നിർത്തി പ്രാർത്ഥിപ്പിച്ചു. അവളെ അച്ഛൻ ആശീർവദിച്ചു വിട്ടു. അവിടുന്ന് കിട്ടിയ വിശുദ്ധജലം അത് ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ ട്യൂബിൽ കൂടെ ആയിരുന്നു ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതിലൊഴിച്ചു കൊടുത്തു. അന്ന് തന്നെ പൂർണ്ണമായ സൗഖ്യം ആ സഹോദരന് കിട്ടി. ശരിക്കും ഇത് ഒരു അത്ഭുതകരമായ സാക്ഷ്യമാണ് ബിൻസി. നമ്മൾ ഇതുപോലെ തന്നെ ഇത് നമുക്ക് ഇനി മുന്നോട്ട് ഇങ്ങനെ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ജൂനിയേഴ്സിന് അല്ലെ സ്റ്റാഫ്, ബാക്കിയുള്ള വർക്കേഴ്സിനൊക്കെ നമ്മൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് നമുക്കും സാധിക്കും അല്ലേ? എൻ്റെ സഹപ്രവർത്തകരൊക്കെ എന്നെ ഓരോ പ്രശ്നങ്ങളുമായിട്ട് സമീപിക്കുമ്പോൾ അവർക്ക് വചനം പറഞ്ഞു കൊടുത്തുകൊണ്ട് തമ്പുരാനിലേക്ക് അടുപ്പിക്കാനായിട്ട് ദൈവകൃപയാൽ എനിക്ക് സാധിക്കുന്നുണ്ട്. ചേച്ചി മരണാസന്നരായവരെയൊക്കെ ചേച്ചിക്ക് പ്രാർത്ഥിച്ചെടുക്കാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ട്. ഈശോ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ഒത്തിരി പേര് എൻ്റെ കുടുംബാംഗങ്ങളായി, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, അങ്ങ് മറ്റു പലരും, ഡൽഹിയിലുണ്ടായിരുന്ന പലരെയും എനിക്ക് മരണത്തിൻ്റെ ആ സമയത്ത് അതിനു മുമ്പും ഒക്കെ അവരുടെ കൂടെ ആയിരിക്കാനും വചനം പങ്കുവെച്ചുകൊണ്ടും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ടും അതുപോലെ ഈശോ യോസേപ്പ് ചൊല്ലിക്കൊടുത്തുകൊണ്ട് അവരുടെ മരണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയാണെന്ന് ഞാൻ കരുതുന്നു. ജിസി വർക്ക് ചെയ്യുന്ന ന്യൂറോ സർജറി വാർഡിലാണല്ലോ, അവിടുത്തെ പ്രത്യേക അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ? ബിൻസി, ഞാൻ ന്യൂറോ സർജറി വാർഡിലാണ്. ഞങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ 12, 13, 15 ഇടയ്ക്കുള്ള പേഷ്യൻസിനെ ഓപ്പറേഷന് വേണ്ടി പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അവരുടെ മേൽ കുരിശ് വരച്ച് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് തിരിച്ചു വരുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ വേദനകളിൽ ആശ്വാസം പകരാനൊക്കെ എന്നെ കൊണ്ട് സാധിക്കാറുണ്ട്. പിന്നെ ബിൻസി, ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ പേഷ്യൻസിനേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒത്തിരി പ്രശ്നങ്ങളുള്ളവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ പല കാര്യങ്ങളും ഇങ്ങനെ പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങളെ പ്രാർത്ഥന ഓർക്കണേ, ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അവരൊക്കെ ആയിട്ട് അടുത്ത് കഴിയുമ്പോഴാണ്
ഇവർക്കൊക്കെ ഇത്രയും പ്രശ്നങ്ങളുണ്ടല്ലോ, അല്ലെ നമുക്ക് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണല്ലോ എന്നുള്ള ഓർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കണ്ടു കേട്ടങ്ങ് പോകുന്ന ഒരു ബന്ധമല്ല. നമ്മൾ കുറച്ചും കൂടി നമ്മുടെ കോവർക്കേഴ്സിലേക്കൊക്കെ നമ്മൾ സംസാരിക്കാനും അവരൊക്കെ ഇടപെടുവാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഷെയർ ചെയ്യാൻ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും വചനം പറഞ്ഞ് ശക്തിപ്പെടുത്താനൊക്കെ സാധിക്കുന്നുണ്ട്. ശരിയാണ് ജെസി. ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻറ്റിൻ്റെ കൂടെ ആരും ഇല്ലല്ലോ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ. ആ സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാ കെയറും ചെയ്തു കൊടുക്കാനായിട്ട്. ആ സമയത്ത് നമ്മൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു വലിയ സമാധാനം അവർക്ക്. നമുക്ക് ഒത്തിരി സന്തോഷമാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ജിസി നന്നായിട്ട് പാട്ട് പാടുമല്ലോ. ചേച്ചി വിൻസി നന്നായിട്ട് പാടും. നമ്മുടെ കോർ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളാണ്. ശരിയാ ചേച്ചി. നമുക്ക് 3 പേർ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുടെ ഒരു പാട്ട് പാടിയല്ലോ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ജ്ഞാനത്തിന്റെ പുസ്തകം 6:10 വായിക്കുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഏറ്റവും വിശുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ നാമും വിശുദ്ധരാകും. ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും വിശുദ്ധരായി തീരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.